സച്ചിന്റെ PA വിളിച്ചു പിന്നെ രാത്രിയില്. ഇതുപോലെ സാധനം മിസ്സിംഗ് ആയിട്ടുണ്ട്, താങ്കളുടെ പേര് പറയാനൊക്കെ പറഞ്ഞു. അത് വേണമെന്ന് തന്നെ പറയുന്നു, സച്ചിൻ അത് വേണമെന്ന്, ആ തുഴ തന്നെ വേണം പുള്ളിക്ക്. ഞാൻ പുള്ളി കൊടുത്ത രജിസ്റ്റർ സാധനം അത് സച്ചിനാണ് ഇത് കൊടുക്കാൻ പോകുന്നതെന്ന് അവർ പറഞ്ഞിരുന്നു. അതൊക്കെ എന്തോ പറയാനോ, അതൊക്കെ ഭയങ്കര വൈബല്ലേ. ഈ സാധനം 25,000 രൂപയ്ക്ക് ലേലം വിളിച്ചിട്ടുണ്ട്. അച്ഛന്റെ ടേസ്റ്റ് ആണോ കൂടുതൽ കിട്ടിയത്? കൂടുതൽ അച്ഛന്റെ അമ്മയുടെ ഉണ്ട്. അമ്മയുടെ എന്താ ടേസ്റ്റ്? അമ്മയുടെ തലച്ചോറ്. ഫിലിമിലേക്ക് പോയ ശേഷമാണ് പിന്നെ ഒരു ട്രാജഡി ഉണ്ടായത് ലൈഫിൽ. ചിത്രകല കൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകും, കാരണം പൈസ സാമ്പത്തികം ഒന്നും നേട്ടമൊന്നും ഉണ്ടാകത്തില്ല. സീസൺ കഴിയുമ്പം അവിടെ കഴിഞ്ഞു. ഞാൻ ഇന്ന് വരെയും ഈ ഒരു മേഖല വിട്ട് മറ്റൊരു മേഖലയിൽ കുടിയിൽ പാർത്തിട്ടില്ല. വരകളുടെ ലോകത്ത് വിസ്മയം തീർത്തിട്ട് ഒരുപാട് റെക്കോർഡുകൾ നേടിയ അജേഷൻ ആണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടനെ എനിക്ക് തോന്നുന്നൊരു 5 വർഷം അല്ലേ? 5 വർഷമായിട്ട് നമ്മൾ പരിചയമുണ്ട്. നിങ്ങളൊരു ചിത്രകാരനാണെന്നും എനിക്കറിയാം. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇരിക്കുന്ന ഭിത്തിയിലിരിക്കുന്ന വലിയ വേൾഡ് റെക്കോർഡും അറേബ്യൻ വേൾഡ് റെക്കോർഡ്സും ഒക്കെ മേടിച്ച ഒരാളാണെന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത്. ഓക്കെ, അതിന് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് നമ്മളൊരു ചിത്രകാരൻ എന്നുള്ള ലെവലിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള, പിന്നീട് ചേട്ടനെ കുറിച്ച് ഓരോന്ന് അറിയുമ്പോഴാണ് ഒരു തുഴയിൽ തന്നെ 2-3 തുഴയിൽ തന്നെ എത്രയോ വള്ളങ്ങൾ വരച്ച് ചേർത്തു. സച്ചിന് ഗിഫ്റ്റ് ചെയ്തു. അതാണ് ഈ പടം ഇരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചൊരു മലയാളി ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞു പോയില്ലല്ലോ എന്നൊരു ഫീലായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് ചേട്ടൻ ഈ നാട്ടിലില്ല, ഗൾഫിലാണെന്ന്. അല്ലേ, ഗൾഫിലാണെന്ന് അറിഞ്ഞു. അപ്പൊ ഇപ്പൊ വന്നപ്പോ എന്നോട് പറഞ്ഞു ഫാമിലിനെ പരിചയപ്പെടുത്തണം അല്ലെ. അപ്പൊ ചേട്ടൻ പരിചയപ്പെടുത്തോ ഞാൻ പരിചയപ്പെടണോ? ഞാൻ പരിചയപ്പെടാം അല്ലെ. ചേച്ചി വേറെ എങ്ങനെയാ? രമ്യ. മോള് ആഷ്ലി. എക്സ. കുഞ്ഞ് വരയ്ക്കുവോ? ക്ലേ മോഡലിൽ ഫസ്റ്റ് ആയിരുന്നു സ്കൂളില്. ട്രോഫിയാണ് അവിടെ ഇരിക്കുന്നത്. ഓഹോ. ക്ലേ മോഡലിൽ വന്നപ്പോ ചേട്ടൻ എടുത്തിരിക്കുന്ന ബുദ്ധൻ പുതിയതായിട്ട് ചേട്ടൻ ക്ലേയിൽ ചെയ്തതാണ്. എന്നിട്ടത് UAE കൊണ്ടുവന്ന പെയിന്റ് അടിച്ച് അല്ലെ, ഒറിജിനൽ ഗോൾഡ് പെയിന്റ് അടിച്ച് വെച്ചേക്കാണ്. പുതിയ സംരംഭമൊക്കെ തുടങ്ങാൻ പോകുന്നത്. അത് സകല കല വല്ലഭന് വെറുതെ വിളിക്കുന്നതല്ല. ചേട്ടാ പറ, എന്തുണ്ട് പുതിയ വിശേഷം? ഇനി ഏത് റെക്കോർഡാണ് നേടാൻ പോകുന്നത്? റെക്കോർഡിനെക്കാളും കൂടുതൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ വർക്കുകൾ ചെയ്യുക, അതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ റെക്കോർഡുകൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇതിലേക്ക് എത്തും. കാരണം നമ്മൾ ചെയ്യുന്നതല്ല അത്. നമ്മൾ പല വർക്കുകളും ചെയ്തേക്കുന്നത്, ഇപ്പം സൗദി അറേബ്യ ചെയ്തേക്കുന്ന ഈ അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയതെന്ന് പറഞ്ഞാൽ അത് നാഷണൽ ഡേക്ക് ചെയ്തത് വർക്കാണ്. നാഷണൽ ഡേ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടൈം, അതായത് രാത്രി ടൈമിൽ നമ്മളോട് പറയുന്ന, നമ്മൾ ആ രാത്രി തന്നെ ഇന്ന് ചെയ്തിട്ട് നേരം വിളിച്ചപ്പം അതിനെ ഫിനിഷ് ചെയ്യുക. കാരണം പിറ്റേ ദിവസം നാഷണൽ ഡേ ആണ്. കാരണം ആ കമ്പനി നമ്മളോട് ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അത് പിന്നീട് നമ്മൾ അതിന് ചുമ്മാ ഒന്ന് കൊടുത്തു നോക്കിയപ്പോൾ, അപേക്ഷ കൊടുത്തപ്പോൾ കറക്റ്റായിട്ടുള്ള സംഭവം ടൈം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞാൽ കണ്ടെയ്നറാണ്. ഒരു പ്രതലം, നിരപ്പായ ഒരു പ്രതലമല്ല. ഏകദേശം ഒരു 7 ഇഞ്ച് കടുത്തോട്ടുള്ള കണ്ടെയ്നറൊക്കെ ആയതുകൊണ്ട് നമുക്കതിൽ ചെയ്യാൻ തന്നെ ടൈം എടുക്കും, ഡ്രോയിങ് ചെയ്യാൻ. അത് ആ സാധനം നമ്മൾ ചെയ്യാതിരിക്കത്തില്ല. കാരണം നമ്മൾ വിദേശത്തല്ലേ. അപ്പം നമുക്ക് ആ ഒരു ദിവസത്തിൻ്റെ സമയത്തിൻ്റെയും വിലയിരുത്തിക്കൊണ്ട് വർക്കുകൾ ചെയ്ത് അത് എത്തിയിട്ടുണ്ട്. ഇപ്പം പുതിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഗിന്നസിൽ എത്താൻ ആഗ്രഹമുണ്ട്, അതിനുള്ള മാർഗ്ഗങ്ങളും നമുക്ക് ചെയ്യാനുള്ള ബേസിക്കുണ്ട്. പക്ഷെ ഇവിടെ വന്ന് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ് ആയിരുന്നു. ഗിന്നസിലേക്ക് എത്തണം, ഒരു പുതിയൊരു സംഭവം ചെയ്യണം. അത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കൊണ്ട് ഒരു സംഭവം ചെയ്യാനായിരുന്നു. പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥ മോശമായിപ്പോയി. കാരണം മഴയും വെള്ളപ്പൊക്കമൊക്കെ ആയി. നമുക്ക് ചെന്ന് ആ വൃക്ഷം ചൂടി മൊത്തം അളിഞ്ഞു കിടക്കുന്നത്, മഴവെള്ളം വന്നിട്ട് ആ കായ്ക്ക്. പക്ഷെ ചൂട് സമയങ്ങളാണ് ആ കായ്ക്ക് നല്ല ബലം ഉണ്ടാവും. അത് ഗമ്മ വെച്ച് നമ്മൾ ഏകദേശം ഒരു നല്ല സൈസായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. കിട്ടിയിട്ടില്ല. എനിക്കൊന്ന് ഡാവിഞ്ചി ചേട്ടനല്ലേ, ഡാവിഞ്ചി സുരേഷ് എന്നും ഓരോ സാധനം വെച്ച് ചെയ്യും. ഞാൻ ചേട്ടന്റെ ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും മത്തിയും അങ്ങനെ എന്തോ വെച്ചിട്ട്, മത്തി വെച്ചിട്ട് ഒരു മീൻ വെച്ചിട്ട്, മീനല്ല മത്തിയല്ല മീൻ വെച്ചിട്ട് ചെയ്തേക്കണം. എന്നും ലാസ്റ്റ് മോഹൻലാലിന്റെ പിറന്നാളിന് ചക്ക വെച്ചിട്ട് ചെയ്തു. പുള്ളി പറയുന്നത് ഇതുവരെ മീഡിയം 100 ആക്കണം എന്നാണ് പറയുന്നത്. എന്ത് സാധനവും വെച്ചിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു വെറൈറ്റി തോന്നി കേട്ടോ. കാരണം നമ്മളിപ്പം പറയാം, വരയ്ക്കുന്നവർ ഒരുപാട് പേരുണ്ട്, എന്താണെന്ന് ചോദിച്ചാൽ ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ അതില് ലക്ക് പിന്നെ അതിന് കഠിനാധ്വാനം ഒക്കെ ചെയ്യുന്നവരാണ് ഒന്ന് തെളിഞ്ഞു വരിക. ചേട്ടൻ തന്നെ അറിയാലോ, അത് ഞാൻ പറയാൻ തന്നെ. എത്ര പേരെ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ നമ്മളന്ന് എത്ര പേരെ കണ്ടു. ആലപ്പുഴ ബീച്ചിൽ വെച്ചിട്ട് നമ്മളന്ന് ചേട്ടന്റെ കൂടെ അന്ന് കുറെ പേരുണ്ടായിരുന്നു. ഞാൻ കണ്ടോണ്ട് നിൽക്കുകയായിരുന്നു. എല്ലാവരും വരയ്ക്കുമായിരുന്നു. ലൈവ് സ്കെച്ചിങ് എന്തോ ആണ്, അത് വാട്ടർ കളറിലാണ് ലൈവ് സ്കെച്ച് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഞാൻ പോയതും ചേട്ടനെ കാണുന്നതും.
അപ്പം ഇങ്ങനെ പരിചയപ്പെടുത്തി തരുമ്പോൾ എത്രയോ ആൾക്കാർ എല്ലാവരുടെയും ഇതിപ്പോൾ ഞാനൊരു കോമൺ ആണല്ലോ, അപ്പോൾ ചേച്ചി ഒരു പക്ഷേ ഒരു കോമൺ ആയിരിക്കും, എല്ലാ കളറും ഒരേപോലെയാണല്ലോ, മനസ്സിലാകുന്നുണ്ടോ? അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പുതുമ, ആ പുതുമയാണ് എല്ലാവരും ചോദിക്കുന്നത്. ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പൊ പുതിയ കാ വെച്ചിട്ടുള്ള ചെയ്യാനായിരുന്നു, ഇനിയിപ്പോ ഗിന്നസിലേക്ക് അടുത്ത് എന്താണ് അതിപ്പോ എന്താണെങ്കിലും ഒന്ന് സ്റ്റക്കായി. നമ്മളിപ്പോ തിരിച്ച് 1-ാം തീയതി തിരിച്ച് റിട്ടേൺ പോവില്ലേ. ഗൾഫിൽ എന്താ ജോലി? ഞാൻ ആർട്ടിസ്റ്റ് തന്നെയാണ്. ആർട്ടിസ്റ്റ് തന്നെ അവിടെ കമ്പനി അല്ല, ഇപ്പം കമ്പനി വിട്ടിട്ട് സ്വന്തമായിട്ട് തന്നെ എടുത്ത് വർക്കുകൾ ചെയ്യുക. ഒരു സ്ഥാപനം ഓപ്പൺ ചെയ്ത് ഒരു 3 മാസത്തോളം മേളിലായി. അതിന് മുമ്പ് അതിനുശേഷമാണ് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്നത്. ആർട്ടിസ്റ്റായിട്ട് നമ്മുടെ കീഴിൽ ഇപ്പം ഉള്ളത് പാകിസ്ഥാനികളാണ്, പാകിസ്ഥാനി ബംഗാളികളാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു സ്ഥാപനം ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ കൂടെ പണിക്കാരെ വെച്ച് ചെയ്യുന്നൊരു പോലെ തന്നെ നമ്മളവിടെ ഓപ്പൺ ആക്കി. പക്ഷെ നമ്മുടെ പേരിലല്ല രജിസ്ട്രേഷൻ, ആ ഓഫീസിന്റെ സംഭവങ്ങൾ അത് അവിടുത്തെ അറബിയുടെ പേരിലാണ്. കാരണം നമുക്കൊരു കാരണവശാലും നമ്മുടെ പേരിലേക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റില്ല. ഏത് ബിസിനസ് ചെയ്താലും അത് അവിടെ ഉള്ള ഒരു പൗരത്വം നേടിയ ആ ആളിന്റെ പേരിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ ഭയങ്കര ബഹുമാനം കിട്ടുന്ന ഒരു പ്രൊഫഷനാണിത്. കേരളത്തിൽ അത് എനിക്കത് തോന്നുന്നില്ല, എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. എപ്പോൾ ചോദിച്ചാലും ഡാവിഞ്ചിയുടെ പിക്ചേഴ്സിനെ കുറിച്ച് പറയും, പിക്കാസോന്റെ പിക്ചേഴ്സിനെ കുറിച്ച് പറയും. ഇവിടെ ഇപ്പം നമ്മൾ കൂടി വന്നാൽ പറയും രാജ രവിവർമ്മ പറയും. അതിലപ്പുറം ഇപ്പം എനിക്കറിയാൻ മേലാത്തതുകൊണ്ടായിരിക്കാം കേട്ടോ, ഞാൻ ഒരിക്കലും മറ്റൊരാളുടെ കഴിവിനെ കുറിച്ച് പറയുന്നില്ല. ഇപ്പൊ ഒരു ഇപ്പം ആർട്ടിസ്റ്റ് നമ്പൂതിരി, അതെന്റെ കാരിക്കേച്ചർ പോലെ വരും. പിന്നെ ഏതാണ് അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുണ്ടല്ലോ, അതിനനുസരിച്ച് ഞാൻ പറയാം. എം എഫ് ഹുസൈൻ സാറുണ്ട്, അത് ഇന്ത്യക്കാരൻ. അദ്ദേഹത്തിനാണ് ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരാൻ പോലും പറ്റാത്ത. ഞാൻ പറഞ്ഞ നമ്മൾ ഇത്രയും പേരിലാണ് ഒതുങ്ങുന്നത്. കാരണം ആർട്ടിസ്റ്റുകൾ ഉണ്ടോന്ന് ചോദിച്ചാൽ എല്ലാവരും വരയ്ക്കും, അതിലെല്ലാവർക്കും ഒരു കഴിവുണ്ട്. അപ്പൊ ഞാൻ വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന ഒരു അംഗീകാരം ഒരു ഇതും കേരളത്തിൽ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചേട്ടൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, കേരളത്തിൽ ഒരിക്കലും നമുക്ക് അംഗീകാരം കിട്ടിയാലും ഫിനാൻഷ്യലി ഒരിക്കലും സെറ്റപ്പ് അല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ചെയ്യുന്ന വർക്കുകൾ അംഗീകാരം കിട്ടുകയും ചെയ്യും, അതിനും കൂടെ ഉൾപ്പെടെ പണം നമുക്ക് ലഭിക്കുകയും ചെയ്യും. കാരണം 2024 നമുക്ക് കിട്ടിയ അംഗീകാര ഭാഗമാണ് ഈ സാധനം ഇരിക്കുന്നത്. കാരണം അവിടെ നമ്മളിപ്പം ഈ ചിത്രകല എന്ന് പറയുന്ന സംഭവം എന്ന് പറയുമ്പോൾ ഇപ്പം കേരളത്തിന്റെ തന്നെ ഒരു ഇതാണെങ്കിൽ മ്യൂറൽ പെയിന്റിങ് ആണല്ലോ, ഈ ക്ഷേത്രത്തിൽ ബന്ധപ്പെട്ടാണ് സംഭവമാണല്ലോ. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പം വിദേശ അറബ് രാഷ്ട്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ സംഭവമില്ല, ഈ മ്യൂറൽ പെയിന്റിങ്ങോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. കാരണം അവർക്ക് ആ ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. ഇപ്പം ചിത്രകല എപ്പോഴാണ് ഇപ്പം ഈ അറബ് രാജ്യത്ത് ഏറ്റവും കൂടുതലായിട്ട് സപ്പോർട്ടിങ് അതിനുള്ള ഇത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പം പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളെ അതിനെ ഒരു മ്യൂറൽ പെയിൻറ്റ് രീതിയിലേക്ക് നമ്മളാക്കിയെടുക്കുക. അതായത് നമ്മുടെ കേരള ശൈലി തന്നെ അവരുടെ കഥകളെ നമ്മുടെ രൂപത്തിലേക്ക് നമ്മൾ ചിത്രീകരിക്കുക. കാരണം പക്ഷേ അതിനകത്ത് അക്രിലിക് പെയിൻ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സാധാരണ രീതി ഇവിടുത്തെ മറ്റു ചുണ്ണാമ്പോ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, മഞ്ഞപ്പൊടി മറ്റു സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് അതിനെ ചേർത്തിട്ടാണ് നമ്മൾ ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് അവിടെ ആ സംഭവം കിട്ടാത്തത് കൊണ്ട് അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചാണ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കുറേ സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ നമുക്ക് എടുത്ത് ഫേസ്ബുക്കിലോ മറ്റോ ഇൻസ്റ്റഗ്രാമിലോ ഒന്നും നമുക്ക് എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കമ്പനി തന്നിക്കുന്ന ഒരു സാധനം നമുക്ക് തരുന്നത് അതൊക്കെ ഒത്തിരി ഡിഫറൻ്റ് ആയിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പല പല ടെക്നിക്കൽ സൈഡുകൾ ഒത്തിരി ആൾക്കാരുണ്ട്. ദുബായിലാണെങ്കിലും പല രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മുടെ മലയാളീസ് തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെന്ത് ഡിഫറെൻ്റ് ചെയ്യുന്നു അതിനേക്കാൾ സ്വല്പം കൂടെ ഡിഫറെൻ്റ് ആക്കി ചെയ്യണം എന്നുള്ള മൈൻഡാണ് നമ്മുടെ നിൽക്കുന്നത്. നേരത്തെ ഒരു ലേഡീസ് ഫിഗർ പോലും നമുക്ക് അവിടെ ഒന്ന് വരച്ചു പാടില്ലായിരുന്നു. ഇപ്പം അതൊക്കെ ഒത്തിരി മാറി നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്യുന്ന ഒരു സാധനം അനാട്ടമി പോലും വരച്ചു വെക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരയ്ക്കാം. കാരണം അതിനുള്ള ആൾക്കാർ ഇപ്പോൾ എല്ലാവരും ചിത്രകലയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ മ്യൂസിക് ആണെങ്കിലും ഇതെല്ലാം ചിത്രകലയുടെ ഭാഗം തന്നെയാണ് ഒരു മ്യൂസിക്കായിട്ട് വരുന്നത്. ആ മ്യൂസിക്കിന്റെ ഭാഗം തന്നെയാണ് ഇത് ചിത്രകലയും വരുന്നത്. അങ്ങനെയൊക്കെ സംഭവം ചെയ്തെടുക്കുന്നുണ്ട്. ചേട്ടാ അതാണ് പുറത്ത് ചേട്ടാ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? അതെ, സിനിമയുണ്ട്, സീരിയലുണ്ട്. സീരിയലും വർക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ട് ഡയറക്ടർ ആണോ? ഞാൻ അസോസിയേറ്റഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ആർട്ട് ഡയറക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ഇവിടെ? അപ്പൊ പിന്നെ ഈ ചിത്രകലയെ തന്നെ കണ്ടിന്യൂ ചെയ്യേ, കാരണം അതിൽ നമുക്ക് ഇച്ചിരി ഫിനാൻഷ്യലി കുറച്ചുകൂടെ ഏൺ ചെയ്യാമല്ലോ ചേട്ടാ. അതെന്ന് പറഞ്ഞാൽ ഫിനാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഒരിക്കലും സിനിമ അല്ലെങ്കിൽ മറ്റു സീരിയലുകളിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട് ഡയറക്ടറുള്ള അസോസിയേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് തന്നെ പണം നമുക്ക് ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എവിടെയെങ്കിലും ഒരു ബ്ലോക്കിംഗ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പണി ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്നത്. ചിത്രകലയിൽ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ചിത്രകലയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഒരാട് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് നഷ്ടം നമുക്കറിയാൻ പറ്റും. എത്ര ദിവസം കൊണ്ട് നമുക്ക് ആ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. ഇത് ക്യാമറ മൊത്തം ഇട്ട് എത്ര ആൾക്കാരെ ജോലി ചെയ്യുന്നത്. അതാണ് നമ്മൾ അവിടെ നിന്ന് പതുക്കെ
ഇങ്ങോട്ട് മാറിയത് ചിത്രകലയായിട്ട്. അതിനകത്ത് ഒത്തിരി നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു മേഖലയാണ് ചിത്രകല. കാരണം ടെൻഷൻസ് ഉണ്ടെന്നില്ലാലും ആ ടെൻഷൻ നമുക്ക് ആ ഒരു പാട്ടിൻ്റെ താളത്തിൽ പോലെ തന്നെ നമുക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റും. ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ ലാബ് ടെക്നീഷ്യനാണ്. മെഡിക്കൽ കോളേജ് DCH വർക്ക് ചെയ്യുന്നു. DCH വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ചേട്ടൻ വിദേശത്താണ്, അപ്പൊ ചേച്ചിയും മക്കളും നാട്ടില്. എങ്ങനെയുണ്ട് ഇപ്പം ചേട്ടന്റെ വർക്കുകളെല്ലാം റെക്കഗ്നൈസ്ഡ് ആവുന്നുണ്ട്? ഞാൻ പറഞ്ഞ എല്ലാവർക്കും കിട്ടുന്ന സൗഭാഗ്യമൊന്നും അല്ല ഇത്രയും വലിയ ഇതൊക്കെ കിട്ടുന്നത്. അപ്പം ചേച്ചി ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ നമ്മുടെ ലൈഫിൽ ഒരു അത്യന്ത ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അപ്പൊ അതെങ്ങനെയാ ചേച്ചിക്ക് പിന്നെ ജോലി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്ത് പോകുന്നത്? എങ്ങനെയാണ് അത്? കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട് ഇപ്പോഴും. മുൻപ് എങ്ങനെയായിരുന്നു? മുൻപപ്പം എനിക്ക് ജോലി ഉണ്ടായിരുന്നു, പക്ഷേ കുട്ടികൾ ചെറുപ്പമായതുകൊണ്ട് ജോലിക്ക് പോകാതെ അങ്ങനെ ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ആ ടൈമിൽ നമുക്ക് കുഴപ്പമില്ലാതെ ഫിനാൻഷ്യലി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. ചേട്ടൻ പിന്നെ സച്ചിനെ കണ്ട മുഹൂർത്തം എങ്ങനെയുണ്ടായിരുന്നു? സച്ചിനാണ് ഇത് കൊടുക്കാൻ പോകുന്നതെന്ന് അവർ പറഞ്ഞിരുന്നു. അതൊക്കെ എന്തോ പറയാൻ, അതൊക്കെ ഭയങ്കര വൈബല്ലേ. അത് കാരണം ജീവിതത്തില് പറയാനെന്ന് പറയാൻ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ സച്ചിനെ തൊട്ട കൈ ഇങ്ങനെ മറ്റേ കുളിക്കാതെ നടക്കാതെ പ്ലാസ്റ്റിക് ഒക്കെ അല്ല. അതിനകത്ത് വലിയൊരു കഥയെന്ന് പറഞ്ഞാല് നമ്മുടെ സുഹൃത്ത് മുഖാന്തരമാണ് നമ്മൾ പുള്ളി കാണാൻ എത്തിയത്. പിന്നെ കളക്ടറും അതുപോലെ ആൾക്കാരെയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് അദ്ദേഹം ചിത്രം കൊടുത്ത് ആ തുഴ നഷ്ടപ്പെട്ടു. അത് ഞാൻ അറിഞ്ഞായിരുന്നു ചേട്ടാ. ആ തുഴയിൽ എത്ര 5 തുഴ ഉണ്ടായിരുന്നു അല്ലേ? അല്ലല്ല, അത് ഒരെണ്ണം ഉള്ളായിരുന്നു. അങ്ങനെ എത്ര തുഴയിൽ എത്ര പിക്ചറാ വരച്ചത്? ഒരു തുഴ അദ്ദേഹത്തിന് ചിത്രമായിരുന്നു കൊടുത്തത്, വരച്ച്. അദ്ദേഹത്തിന്റെ ചിത്രം വരച്ചു കൊടുത്തതാണ്. അപ്പൊ നമ്മളൊരു പ്രസന്റേഷൻ ആയിട്ട് നമുക്ക് കുറച്ച് കലാകാരന്മാർ കൂടിയുള്ള ഒരു ക്യാമ്പയിനൊക്കെ ഉണ്ടായിരുന്നു അവിടെ, ചിത്രകല ക്യാമ്പയിൻ ഉണ്ട്. അപ്പൊ ആ സമയത്താണ് എൻ്റെ സുഹൃത്തുണ്ട് അൻസേര എന്ന് പറഞ്ഞു. അപ്പൊ അൻസേര ഒരു പുസ്തകമൊക്കെ സെറ്റ് ചെയ്ത്, പിന്നെ ശിവദാസ്, കലേഷ്, അപ്പം ഞങ്ങളെല്ലാവരും ഒന്നിച്ചുള്ളൊരു കമ്മ്യൂണിക്കേറ്റ് നിന്നിട്ടാണ് ഈ സംഭവങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇവരെല്ലാവരും ഓരോ പുസ്തകങ്ങളെ, അങ്ങനെയുള്ള ചിത്രങ്ങളെ, ക്യാൻവാസിൽ അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെയാണ് ഇവർ ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ ഉദ്ദേശിച്ചത് തുഴയെന്ന് പറയുമ്പോൾ ആ തുഴ പുള്ളി ബാറ്റാണല്ലോ ഉപയോഗിക്കുന്നത്, മനസ്സിലായോ? ബാറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ബാറ്റിന് പകരം തുഴയാക്കിയിട്ട് ആ തുഴയിൽ ചിത്രം ചെയ്യാന്ന് വെച്ചത്. അപ്പോഴാണ് നമ്മൾ ഈ UBC കൈനികരി ക്ലബ്ബുണ്ട് കേരളത്തിൽ, ഇപ്പം വള്ളംകളി മേഖലയിൽ ഏറ്റവും അറിയപ്പെടുന്ന, അതുപോലെ തന്നെ PBC പള്ളത്തുരുത്തി. അപ്പം ഇവർ രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുഴ എനിക്ക് ഓർമ്മ വേണമെന്ന്. അപ്പോൾ UBCയിൽ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും, എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അവിടെ നിന്ന് ആ തുഴ വാങ്ങുന്നത്, ആ തുഴ വാങ്ങിക്കൊണ്ടുപോയി ചിത്രം വാങ്ങി ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്ത് നമുക്കറിയാം, അത് പത്രങ്ങളിൽ അത് രജിസ്റ്റർ ആയിട്ടുണ്ട്. പിറ്റേ ദിവസം അന്ന് രാത്രി അല്ലേ, പോലീസ് ഓഫീസിൽ നിന്ന് എനിക്ക് കോള് വരിക, ഇതുപോലെ സാധനം മിസ്സിങ് ആയിട്ടുണ്ട്, താങ്കളുടെ പേര് പറയാനൊക്കെ പറഞ്ഞു. നാളെ രാവിലെ IG ഓഫീസിലേക്ക് എത്തണം. ഞാനാ കൂടിയതായി, കാരണം നമ്മൾ ഈ സാധനം കൊടുത്തത് മാത്രമേ അറിയുള്ളൂ, ബാക്കി കാര്യങ്ങൾ നമുക്കറിയില്ല. അങ്ങനെ അവിടെ ചെന്ന് സംഭവം എന്തൊക്കെയായിരുന്നു സംഭവങ്ങളൊക്കെ എന്നെ ചോദിക്കുക. അപ്പം നമ്മൾ അത് പറഞ്ഞാൽ നമുക്കറിയില്ല, കാരണം അന്നത് ആ ഒരു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 2011 2011 കൊടുത്തത്. 2011 ആ ടൈമിൽ കൊറോണ കഴിഞ്ഞ ശേഷം, കൊറോണയ്ക്കൊക്കെ മുന്നേ ഒരു പ്രാവശ്യം സച്ചിൻ ആലപ്പുഴ വന്നില്ലായിരുന്നോ വള്ളംകളി? അന്ന് ആ സമയത്താണ്. അത് കഴിഞ്ഞിട്ട് അന്നല്ലേ ചോദിച്ചത്? അന്ന് രാത്രി അറിവില്ലല്ലോ. ഇപ്പോഴൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റും, അങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെയെന്ന് പറയാം. അന്നൊന്നും നമുക്ക് പറഞ്ഞാൽ ആ വീടും ഈ സ്കൂൾ പഠനകാലങ്ങളും ആ ഒരു സംഭവം ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ പോവുകയും വരികയും ചെയ്യുമെങ്കിലും ഈ പോലീസ് സ്റ്റേഷനായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വലിയ സംഭവമൊന്നുമില്ല. അത് മേളിൽ നിന്ന് ദൂസ്താന്മാർ വിളിക്കുന്നു, രാത്രിയിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നു, രാവിലെ സച്ചിന്റെ PA വിളിച്ചു. പിന്നെ രാത്രിയിൽ സച്ചിന്റെ PA വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പോയി എന്ന് പറഞ്ഞു. അത് വേണമെന്ന് തന്നെ പറയുന്നു, സച്ചിൻ അത് വേണമെന്ന്, ആ തുഴ തന്നെ വേണം. പുള്ളിക്ക് ഞാൻ കൊടുത്ത രജിസ്റ്റർ അവസാനം അത് തൊടുകയും ചെയ്ത് പുള്ളിക്ക് അത്ഭുതം തോന്നി. കാരണം അത്രയ്ക്കും നമ്മൾ പോളിഷ് ചെയ്ത് അതിനെ അത്രയും മിനിക്ക് സംഭവം കൊടുത്തേക്കുന്നത്. കാരണം അത്രയും ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും പക്ഷെ നല്ല രസം ആ തുഴ കാണാൻ തന്നെ. ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് അത്യാവശ്യം ഇതുള്ള ഒരു സുഹൃത്തുണ്ട്, നോബിൻ എന്ന് പറയും. നോബിൻ പുള്ളി ഇപ്പം മെമ്പറാണ് കഴിഞ്ഞ പഞ്ചായത്തിൽ. അദ്ദേഹത്തിനെ വിളിച്ചിട്ടു ഇങ്ങനെ സംഭവം. പുള്ളി ഈ നെഹ്റു ട്രോഫിയുടെ
ഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നാളെ എന്നാലും 10 മണിയാകുമ്പോൾ അവിടെ പോകാം. അങ്ങനെ ഞങ്ങൾ ചെന്നു കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നു. സംഭവം സോഷ്യൽ മീഡിയ എടുത്ത് ചർച്ച ചെയ്യുന്ന കാര്യം, ചർച്ച സോഷ്യൽ മീഡിയ ആയി. പിന്നെ വിളിക്കുന്നത് കൃഷ്ണതേജ ഓഫീസിൽ നിന്ന്, നമ്മുടെ അദ്ദേഹം കൃഷ്ണതേജ പുള്ളി ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കുന്നു. ഞാൻ ചെല്ലാൻ പറയുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് നൂർദീൻ എന്ന് പറഞ്ഞു, ഇക്കന്നെ വിളിക്കുന്നു, അവിടെ പറയണം കാര്യങ്ങളിങ്ങനെയാണ്. ആ കൂടി ഞാൻ മൊത്തം കൺഫ്യൂഷനായി. കാരണം എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നല്ല. കാരണം ഇത് ചെറിയ കളിയല്ല, അത് കാണാണ്ട് പോയി. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന സംഭവം എന്ന് പറയുന്നത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഭരണാധികാരികൾക്കും അത്രയും ഉത്തരവാദിത്വം ഉള്ളെന്ന്. അതായത് സച്ചിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അത്രയും അതുല്യമായ ഒരു ഇതിഹാസം വന്നിട്ട് അദ്ദേഹത്തിന് കൊടുത്ത സമ്മാനം മോഷ്ടിച്ചുകൊണ്ട് പോയാൽ അപ്പം നമ്മുടെ ഭരണാധികാരിക്ക് എന്താണ്, ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് എന്തൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്നവർക്ക് ആ രീതി തന്നെ എഴുതാൻ തുടങ്ങി. ഇത് കൊടുത്ത ചേട്ടനെ തന്നെ വിളിക്കാൻ കാരണം എന്താ? കാരണം ഞാൻ കൊടുത്തിട്ടുണ്ട് സംഭവം. ഇത് സോഷ്യൽ മീഡിയ ചർച്ചയായ സമയത്തിന് ഈ ഫോട്ടോ ഇതിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ആനന്ദ് എന്ന് പറയുന്നത്, അദ്ദേഹം കരിയിൽ ഒരു ഫോട്ടോഗ്രാഫർ, പുള്ളി വിദേശത്താണ്. അദ്ദേഹം ഈ കുറെ ഫോട്ടോകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓരോ ഫോട്ടോഗ്രാഫറാണ് പുള്ളി. അതിനകത്ത് ഒരു വിദേശി വനിത ഈ തോഴ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാനം, അതായത് സ്പീഡ് ബോട്ടിനകത്ത് ഇങ്ങനെ ഒരു വിദേശി വനിത ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഇദ്ദേഹത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞായിരുന്നു. ഈ സാധനം എങ്ങനെയോ പുള്ളി സൂം ചെയ്തപ്പോൾ സംഭവം ഇതാണ്. പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു സ്പീഡ് ബോട്ടിന്റെ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്, ആ നമ്പർ മുഖാന്തരം ആണ്. പിന്നെ ഓൾറെഡി വള്ളംകളി എന്ന് പറയുമ്പം ഭയങ്കര ഹരമുള്ള സംഭവമാണ്. ഇത് ഓൾറെഡി ചർച്ചാ വിഷയമായി സംഭവങ്ങൾ. രാവിലെ ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈകുന്നേരം ആയപ്പോൾ സംഭവം കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ പള്ളാത്തുത്തി ക്ലബ്ബിൽ ഒരു അംഗമുണ്ട്, സുഹൃത്ത് തന്നെ വിളിച്ചു, PBC ക്ലബ്ബിൽ പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞിട്ട് സംഭവം ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാത്രി ചെല്ലുന്നു. രാത്രി ചെല്ലുമ്പോൾ സാധനം എത്തിയിട്ടുണ്ട്. ഈ സാധനം 25,000 രൂപയ്ക്ക് ലേലം വിളിച്ചെന്ന്. ഈ സാധനം അദ്ദേഹത്തിന്റെ കൈ പതിഞ്ഞ തുഴ, ആ തുഴ വേണമെങ്കിൽ 25,000 രൂപ. അത് ഒരാൾ സംഭവം പൈസ ഇല്ലാണ്ട് പുള്ളിക്കാരൻ ലേലം വിളിച്ച് ഏതൊരു വിദേശ വനിത സംഭവം എത്തിയെന്നാണ് സംഭവം. അങ്ങനെ കളക്ടറിന്റെ ഓഫീസിലേക്ക് ആളാരാന്നൊക്കെ ചേട്ടൻ അറിയാം, ക്യാമറ പറയാത്തതും എനിക്കറിയാം. അല്ല നമ്മൾക്ക് ആരെയും മോശപ്പെടുത്തേണ്ട കാര്യമില്ല. അല്ല നമ്മളെ ആ സച്ചിൻ പോലും അവർ ആ തുഴ എടുത്തിട്ട് വിദേശ വനിതയ്ക്ക് കൊടുത്തിട്ട് സച്ചിന്റെ ഇതാണെന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പൊ അങ്ങനെ അവരതിൽ ക്യാഷ് വാങ്ങിച്ചു കാണും. അപ്പൊ അങ്ങനെ കളക്ടർ ഓഫീസിൽ ചെന്ന് സംസാരിച്ചു കാര്യങ്ങളൊക്കെ. പിന്നെ പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞ് രണ്ടാമത് വന്ന് ഞാൻ വേണ്ട കവറിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ പ്രൗഢിയായിട്ട് സാധനം പോയി സംഭവം പോയി. അവിടെ തൊട്ടാണ് നമുക്ക് ഓരോ സംഭവങ്ങൾ ജനം തിരിച്ചറിയാൻ തുടങ്ങിയത് പതുക്കെ. കാരണം ഇങ്ങനെ കലാകാരനുണ്ടെന്നും കാര്യങ്ങൾ ഇങ്ങനെയാണെന്നും. കാരണം അതുവരെ നമുക്ക് കട്ടെടുത്തൊരു ടിസ്റ്റായി, നമുക്കും കൂടെ ഒരു ടിസ്റ്റായി. ഇല്ലെങ്കിൽ ജസ്റ്റ് സച്ചിന് കൊടുത്ത ഒരാളെന്നാണ്. അല്ല അതങ്ങനെയാണ് കലാകാരന്മാരുടെ ഇടയിൽ. പിന്നെ ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോവുമായിരുന്നു ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ ലൈഫ് ഒന്നും അല്ല ചേട്ടാ, ഞാനെനിക്ക് ഇപ്പോഴും ഒരു സംശയം, നിനക്കുണ്ടോ ഗോഡ്വിന് ആ സംശയം? അതായത് ഇത്രയും സെക്യൂരിറ്റി ഒക്കെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആരാണ് ഈ സാധനം? രാത്രിയിൽ അത് മാറ്റിയ വഴിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആരോ മാറ്റിയെന്നാണ് പറയുന്നത്. ഏകദേശം 7-7:45 ആ വള്ളങ്ങൾ ഇവിടെ. അല്ല നമ്മളിപ്പോ സച്ചിനെ പോലെ ഒരാൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയ PA ഉണ്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റ്മാരുണ്ട്, അവരുടെ കയ്യിൽ കൊടുക്കും. അവരെന്താണെങ്കിലും നിലത്ത് വെക്കത്തില്ല. പിന്നെ എങ്ങനെ പോയി അതറിയില്ല, അതിപ്പോഴും അറിയത്തില്ല. സാധനം പോകുന്നത് അതിന്റെ അകത്തുനിന്ന്. അതായത് ആണല്ലേ, ആളുകൾക്ക് അറിയാം ഇത്. അത്രയും സെക്യൂരിറ്റി സംവിധാനം ഉള്ള ഒരു സച്ചിനെ പോലെ ഒരാളെ കാണണമെങ്കിൽ അല്ലെ ഒരു സാധാരണക്കാരന് സാധിക്കില്ല. ചേട്ടനെ തന്നെ എത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും സാധിച്ചത്. കഥയിലൊരു വലിയ ചോദ്യമുണ്ട്, ഞാൻ ഇനി പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അന്ന് സംഭവം കണ്ടവരുണ്ടെങ്കിൽ താഴെ ഒന്ന് പറയാം. ആ ഒരു സെക്യൂരിറ്റി സംവിധാനം അത്ര ഉണ്ടായിട്ട് തന്നെ ആ സാധനം അദ്ദേഹത്തിന് കൊടുത്ത സാധനം അവിടുന്ന് മോഷണം പോകുക എന്ന് പറയുമ്പം ഒരു അത്ഭുതം തന്നെ. അതാണ് ആൾക്കാർ ചോദിക്കുക, സോഷ്യൽ മീഡിയ വഴി അന്ന് ചോദിച്ചത്. അതാണ് കളക്ടർ ഓഫീസിൽ തന്നെ വിളിക്കുകയും സംസാരിക്കാനും. കാരണം അത് അത്രയും മോശപ്പെട്ട രീതിയിൽ അന്ന് ആ സമയത്ത് കൃഷ്ണരാജിയായിരുന്നു. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് പുള്ളി. ഞാൻ ഇവിടുന്ന് വണ്ടി ഓടിച്ച് അവിടെ ചെല്ലാൻ വേണ്ടി നിന്നപ്പം അന്ന് മഴയോ എന്താ കാര്യമുണ്ട്, അന്ന് മോളുണ്ട് മൂത്തോളാണ് എൻ്റെ കൂടെ വരുന്നത്.
അവളുമായിട്ട് ഞാൻ പോകുന്ന സമയത്തിന് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ആഹാരം പോലും കഴിച്ചിട്ടില്ല. അവർ 7:45 എന്നിട്ടും ആഹാരം കഴിക്കാതെ അദ്ദേഹം ഇരുന്ന് കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ച് വളരെ നല്ല രീതിയിൽ പെരുമാറി കാര്യങ്ങളിലൊക്കെ സെറ്റ് ചെയ്തിട്ട അദ്ദേഹം അവിടുന്ന് പിറ്റേ ദിവസം മാധ്യമങ്ങളെ വിളിച്ചിട്ടാണ് നമ്മളത് കൈമാറുന്നത്. കളക്ടർ മുഖാന്തരമാണ് അത് കൊടുക്കുന്നത്. അത് കാരണം ഇനി അത് പോകെ, കാരണം നമ്മൾ മേടിച്ചെടുത്തിട്ട് ഇനി അത് കാണിക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം 25,000 രൂപയ്ക്ക് വിറ്റ സാധനമല്ലേ. ആ സാധനം 25,000 രൂപയ്ക്ക് അത് ആ സാധനം സച്ചിൻ അത് വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് വെക്കാം. അങ്ങനെയല്ല, സച്ചിൻ അത് പോയോ, നഷ്ടപ്പെട്ടു പോട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിലോ ഒന്നും ആവാനില്ല, അറിയത്തില്ല. അദ്ദേഹം അത് കൈ വാങ്ങിയിട്ട് അത് അദ്ദേഹത്തിന് കൈസ്പർശം ഉണ്ടതില്ല. അദ്ദേഹം അത് മേടിച്ച് നോക്കി. കാരണം അദ്ദേഹം അങ്ങനത്തെ തുഴയെന്ന് പറയുമ്പോൾ UBCയുടെ തുഴയെന്ന് പറഞ്ഞാൽ നല്ല വീതിയുള്ള അന്നത്തെ ഫസ്റ്റ് ടൈം ആയിരുന്നു. അല്ല ഞാൻ പറഞ്ഞതേ, അന്നത് പോയെന്ന് പറയുമ്പോ സച്ചിനത് വേണ്ടാന്ന് വെക്കായിരുന്നല്ലോ. വേണ്ടാന്ന് വെക്കാനില്ല. അതാണ് നമുക്ക് എല്ലാത്തിനും ഒരു നിമിത്തമുണ്ട്. പിന്നെ അല്ലേ വിളിക്കാൻ പറ്റുന്ന വേറിട്ടാ പോരാ കേട്ടോ. അക്സ എത്രയില പഠിക്കുന്നേ? 9. കുഞ്ഞു വരയ്ക്കോ? അച്ഛന്റെ ടേസ്റ്റ് ആണോ കൂടുതൽ കിട്ടിയത്? കൂടുതൽ അച്ഛൻ്റെ അമ്മയുടെ ഉണ്ട്. അമ്മയുടെ എന്താ ടേസ്റ്റ്? അമ്മയുടെ തലച്ചോറ്. ഞാൻ പറഞ്ഞതല്ല, കൊച്ചു പറഞ്ഞതാ. അച്ഛന്റെ പേര് അമ്മയുടെ തലച്ചോറ്. സംഭവം വേറൊന്നുമല്ല, ക്വാളിഫിക്കേഷൻ കൂടുതൽ അവക്ക. അതിനല്ല എന്തോ ചോദിക്കാറുണ്ട്. കാരണം ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രിന്റർ ലെറ്റർ പോലെയാ റൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്ന നമ്മള് ആ ആർട്ടിന്റെ ആ ഒരു സംഭവത്തില് ചെയ്ത് വരയ്ക്ക് എഴുതുന്നത്. പുള്ളിക്കാരി എഴുതുന്നതെന്ന് പറഞ്ഞാൽ പക്ക ഒരു പ്രിന്റിങ് മോഡല ലെറ്റേഴ്സ് ഒക്കെ. അത് ആ കോപ്പിയാണ് ഇത്. പിന്നെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അത് ഇച്ചിരി ഇതൊക്കെ അറിയാവുന്ന കൂട്ടത്തില്ല. അതുപോലെ വരയ്ക്കും, നന്നായിട്ട് വരയ്ക്കും. നല്ല ചേട്ടാ പിള്ള മനസ്സിൽ കള്ളവില്ല, നന്നായിട്ട് വരയ്ക്കും. നന്നായിട്ട് വരയ്ക്കും. കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ടോ? അങ്ങനൊന്നും പോയിട്ടില്ല. നേരത്തെ പോയിരുന്നു സ്കൂളുകളിലൊക്കെ. പപ്പ പഠിപ്പിച്ചിട്ടുണ്ടോ കൊച്ചിനെ? പിന്നെ കുറെ തെറ്റൊക്കെ വരുമ്പോ അത് പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയും. ഇപ്പൊ ഒരു പടം വരയ്ക്കുകയാണെങ്കിൽ ഞാനിപ്പോ പെൻസിൽ ഷെയ്ഡ് ആണല്ലോ, അത് ഹൈലൈറ്റിന് കുറച്ച് ഇതാണെങ്കിൽ പപ്പ പറയാം അത് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യാനുണ്ട് എന്നൊക്കെ കുറെ കാര്യം പറഞ്ഞു തരും വരയ്ക്കുന്ന ആണെങ്കിലും. പിന്നെ വരയ്ക്കുന്നിടത്ത് ഞങ്ങൾ കൂടെ പോയിരിക്കും, ഓരോ കാര്യം എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. സ്വന്തമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഒരു എക്സിബിഷൻ നടത്തണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യണം എന്നല്ല ഉണ്ട്. എനിക്ക് വെളിയിൽ പോകണം, എന്നിട്ട് ലോകം മൊത്തം അറിയണമെന്നുണ്ട്. പക്ഷെ നമ്മള് കുറച്ചും കൂടെ തന്നെ കുറച്ചും കൂടെ അല്ല ഇപ്പം ഞാൻ പറയാം, പപ്പായ്ക്ക് മുന്നിൽ വഴി തെളിക്കാൻ ആൾക്കാരില്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് മുന്നിൽ പപ്പയുണ്ട്. അതായത് നമുക്കൊരു വാതിലുണ്ട്, വഴിയുണ്ട്, അല്ലേ ഏട്ടാ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതിലിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് മീഡിയ ഉണ്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന. ഒരുപാട് ഞാൻ പറയാം, ഓരോ സിനിമ കഴിയുമ്പോൾ ഒരു ചെറുക്കനുണ്ട്, എനിക്ക് ആ ചെറുക്കൻ്റെ പേരറിയത്തില്ല, കൊടുങ്ങല്ലൂരുകാരനെ കണ്ട അവൻ്റെ ഭിത്തിയിൽ, അവൻ്റെ വീട്ടിലെ ഭിത്തിയിൽ അവൻ ആരാണോ ആ പടത്തിലെ നായകൻ അതാ വരച്ച് വെക്കും. എന്ത് വിഷയമാണ് വരയ്ക്ക്, കണ്ടിട്ടുണ്ടോ? ആ വര ഇങ്ങനെ ക്രേസ് ആയിട്ട് തന്നെ വരയ്ക്കുന്നത്. പിന്നെ ഞാൻ ഈ കോട്ടയത്ത് നിന്ന് ഒരു പയ്യനെ പരിചയപ്പെട്ടു. പക്ഷെ എനിക്ക് പിന്നീട് അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. സൂര്യൻ്റെ വെട്ടമില്ലേ, സൂര്യപ്രകാശം, സൂര്യൻ്റെ വെട്ടമല്ല, സൂര്യപ്രകാശം നമ്മൾ തനി ലോക്കലായി പോയി കണ്ടിട്ട് സൂര്യപ്രകാശം മറ്റേ ഗ്ലാസ്സില്ലേ, മറ്റേ ഇങ്ങനെ നോക്കണ ഗ്ലാസ്സില്ലേ, ഭൂതക്കണ്ണാടി, അത് വെച്ചിട്ട് അതിന്റെ അളവില് മറ്റേ ചിത്രം വരയ്ക്കുന്നത്. മനസ്സിലായോ? സൂര്യകിരണം കൊണ്ട് തന്നെ വരയ്ക്കുന്ന ഒരു പയ്യൻ. പിന്നെ എനിക്കൊന്ന് മിണ്ടാനോ എടുക്കാനോ പിന്നെ എനിക്കത് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഒന്ന് ഫോളോ അപ്പ്. അപ്പത്തിന് മഴയായി. അപ്പം എന്നോട് പറഞ്ഞു എന്നോ ഏതോ ഓർമ്മ ചെയ്തോണ്ടിരിക്കുക ചേച്ചി, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഞാൻ പറഞ്ഞ വെറൈറ്റിയുടെ കാര്യം കേട്ടോ, എൻ്റെ കുഞ്ഞറിവ് പറഞ്ഞു തന്നെ. പപ്പായ്ക്ക് അതിലും അറിവുണ്ട്. പപ്പായുടെ കാര്യം ചോദിച്ചാൽ മതി. ചേട്ടാ ഇപ്പം ലൈഫില് ചേട്ടൻ എത്ര വയസ്സുണ്ട്? ഇപ്പം 42. ഓക്കെ, ചേച്ചി നോക്കുന്നു. ഞാൻ വെറുതെ നോക്കിയത്. ഇനി എങ്ങനെ ഇയാള് കുറച്ചാണോ പറഞ്ഞത്? നിങ്ങൾ ആ നോട്ട് നോക്കിയത് 42. അല്ല ഞാൻ അങ്ങനെ ചോദിച്ചല്ലോ കേട്ടോ, 42. ഇപ്പൊ ചെറുതിൽ ഈ വരയിലേക്ക് വരാൻ വീട്ടിൽ ആരെങ്കിലും വരയ്ക്കോ, അതോ എങ്ങനെയായിരുന്നു ചേട്ടൻ ഈ വരയിലേക്ക് എത്തിപ്പെട്ടത്? എൻ്റെ ഫാദറിന്റെ ചേട്ടച്ചാരു അദ്ദേഹം വരയ്ക്കുമായിരുന്നു. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഇലക്ഷനൊക്കെ ബന്ധപ്പെട്ടൊക്കെ എഴുത്തൊക്കെ ഉണ്ടല്ലോ, ചുമരെഴുത്തും ബാനറും. അപ്പം അങ്ങനെയൊക്കെ അന്ന് സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ
പഴയ മതിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ട് കുമ്മയൊക്കെ അടിച്ചിട്ട് കളറൊക്കെ മുക്കി എഴുതുന്ന സംഭവങ്ങളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്തുന്നത്. പിന്നെ അമ്മയുടെ ചേട്ടത്തിയുടെ മകൻ, അദ്ദേഹം ഇപ്പോഴും വിദേശത്താണ്. അദ്ദേഹം വർഷങ്ങളായിട്ട് അദ്ദേഹം ആർട്ടിസ്റ്റാണ്. ചിത്രങ്ങൾ പണ്ടിപ്പോൾ എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ആ ഒരു ടെൻഡൻസിലേക്ക് ചെറുതായിട്ട് തുടങ്ങിയതാണ്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ എത്തുമെന്നുള്ളത് കാരണം അത്രയും ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരിക്കലും നമുക്ക് ചിത്രകല കൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകും. കാരണം അവർ അപ്പൻ്റെ ചേട്ടന്മാരൊക്കെ ചെയ്ത കാര്യങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം അവർക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും, ജീവിതം മുന്നോട്ട് പോകാൻ. പൈസ സാമ്പത്തികം ഒന്നും നേട്ടമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ആ ഒരു സീസൺ കഴിയുമ്പം അവിടെ കഴിഞ്ഞു. അപ്പം അടുത്തേക്ക് നമുക്ക് ശേഖരിക്കുക. അല്ല, അന്ന് അത്ര വരുമാനം കിട്ടത്തില്ലല്ലോ, ചെറിയൊരു വരുമാനമല്ലോ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവമുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് വരെയും ഈ ഒരു മേഖല വിട്ട് മറ്റൊരു മേഖലയിലേക്ക് കുടിയേറി പാർത്തിട്ടില്ല. കാരണം പിടിച്ച അന്ന് മുതൽ ഇന്ന് കാരണം പലരും പറയണം വേറെ പണിക്കൊല്ലം നോക്കടാ, രക്ഷപ്പെടാൻ പറ്റുമോ, ഒരു മാർഗ്ഗമില്ലെന്ന്. പക്ഷേ ഒരു മഹത്വം അത് നമുക്ക് കിട്ടിയത്. ഇപ്പം വിദേശത്ത് പോകാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 2013 ഞാൻ വിദേശ രാജ്യത്തേക്ക് പോകാൻ പോയത്. അപ്പം ഞാനൊരു സ്കൂളിൻ്റെ വർക്ക് എടുത്ത് ചെയ്ത സമയം, അതായത് അന്ന് SSA ഫണ്ടെന്നും പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ചിത്രങ്ങൾ ഫസ്റ്റ് സർക്കാർ സ്കൂളുകളിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന ആ ടൈമായിരുന്നു. അന്ന് വരയ്ക്കുന്ന സമയത്തിന് എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം വിദേശത്താണ്, ഫിറോസ് ചാക്കോ എന്ന് പറയും. അദ്ദേഹം വിദേശത്താണ്. അപ്പോൾ അദ്ദേഹം ലീവിന് വന്ന സമയത്തിനാണ് ഇങ്ങനെ ചിത്രങ്ങൾ കാണാൻ ഇടയായത്. അന്ന് അദ്ദേഹത്തിൻ്റെ മൊബൈൽ, അന്ന് ഫോണൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു റിലയൻസിൻ്റെ ഒക്കെ ഒരു ഫോണൊക്കെ നമുക്കുള്ള 500 രൂപയുടെ അതിൻ്റെയൊക്കെ അന്ന് ആ സമയത്ത് അദ്ദേഹം വന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് അങ്ങനെ പോയ ശേഷം കുറേ നാൾ കഴിഞ്ഞ ശേഷം അവർ വീട്ടിൽ ചർച്ച ചെയ്തു. കാരണം എന്നെക്കുറിച്ച് ചർച്ച ചെയ്ത് കാണും. കാരണം നമ്മൾ അത്രയും വേറെ ഇതൊന്നുമില്ല. അത് കഴിയുമ്പോൾ നമ്മുടെ വഴിക്ക് പോകുന്ന സമയമൊക്കെയാണ്. എന്നെ വിളിച്ച് ചോദിച്ചു, താങ്കൾക്ക് വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു വരാൻ പറ്റില്ല എനിക്ക്, കാരണം സാഹചര്യങ്ങളൊന്നുമില്ല, വേറെ മുന്നോട്ടുള്ള മാർഗ്ഗവും ഇല്ല. കാരണം വിദേശ രാജ്യം എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു അന്ന് സമയമാണ്. അന്ന് വിസ ഞാൻ പറഞ്ഞത് വിസ തരാം, നീ കീറിപ്പോവും. എന്നോട് അന്ന് പറയുന്നത് 2200 രൂപ തരാമെന്ന് പറഞ്ഞു. 200 രൂപ എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അതിനേക്കാളും കൂടുതൽ ശമ്പളം ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. എടാ അത് അവിടെ റിയാലാണ്, ഇത്ര റിയാൽ എനിക്ക് തരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു എടാ അതിന് വരണമെങ്കിൽ ഞാൻ കേട്ടേക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വിസ എടുത്ത് പോകണമെങ്കിൽ 4-5 ലക്ഷം രൂപയൊക്കെയാണ് ആ സമയങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. എൻ്റെ അപ്പം സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്, കൃഷിയും കാര്യങ്ങളും പിന്നെ അല്ലാതെ ജോലിയൊക്കെ ചെയ്ത് പുള്ളി ജീവിക്കുന്നത്. ആ പുള്ളിയോട് 4-5 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് വലിയ സ്വപ്നത്തിൽ കാണാൻ പറ്റുന്ന സംഭവം. അതുകൊണ്ട് പറ്റില്ല എന്ന് പറയും. ഇല്ല, നിനക്കെല്ലാം ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു തരാം, വരാം. ഞാൻ പറയുന്നത് പോയി. നമ്മൾ പണ്ട് സുഹൃത്തുക്കൾ പറയാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് തരാമെന്ന് പറയും. അവൻ അന്ന് ആ വൈകുന്നേരം പറഞ്ഞിട്ട് പിറ്റേ ദിവസം അവനെ കാണത്തില്ല. നമ്മൾ ആ ഒരു ലെവലിലാണ് ഇത് കണ്ടത് സത്യത്തിൽ. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എന്നെ എറണാകുളത്തേക്ക് ഇങ്ങനെ പറഞ്ഞത്, എറണാകുളത്തേക്ക് പോകണം, കാര്യങ്ങൾ ഇങ്ങനെ. ഞാൻ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഇതുപോലെ പേടിച്ചൊക്കെ ഇങ്ങനെയൊക്കെ വിറയ്ക്കുന്നുണ്ട്. കാരണം എന്താ ഇവർ പറയാൻ പോകുന്നത്, എന്താ ചെയ്യാൻ പോകുന്നത്, പാസ്പോർട്ട് എടുക്കുന്നത്, ആ കൂടി മൊത്തം കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ആദ്യം 2013 ഞാൻ ആദ്യമായിട്ട് സൗദി അറേബ്യയിലേക്ക് ചെല്ലുന്നത്. ആ ചെല്ലുന്ന അന്ന് ചെല്ലുന്ന സമയത്തിന് എനിക്ക് വേണ്ടി ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ സ്പോൺസർ ഇന്നും അദ്ദേഹത്തിൻ്റെ ഭയങ്കര സംരക്ഷണമാണ്. കാരണം ഇന്നും ഞാൻ ആ കമ്പനിയിൽ നിന്ന് മാറി, ആ കമ്പനിയിൽ നിന്നൊക്കെ മാറിയെങ്കിലും അദ്ദേഹം എനിക്ക് എന്നും മെസ്സേജ് ഇടുകയും വിളിക്കുകയും എനിക്ക് വേണ്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സുഹൃത്ത് ബന്ധം പോലെ എന്നോട്. കാരണം ഒരിക്കലും ഞാൻ ആ കമ്പനിയിൽ ഒരിക്കലും കളവ് കാണിക്കാനോ, നമുക്ക് ചെയ്യാൻ പറ്റും, പണം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം പറഞ്ഞാൽ ചിത്രകല ബന്ധപ്പെട്ട് കളവ് കാണിക്കാൻ പറ്റുന്ന മേഖലയാണ്. കാരണം പെയിൻ്റ് എടുക്കുക, കാരണം കമ്പനിയായിട്ട് നമ്മൾ ടൈപ്പ് ആയി കഴിഞ്ഞാൽ ഇത്ര ഇപ്പം എന്തായാലും ഒരു പ്രതലം നമ്മൾ പെയിൻ്റ് അടിക്കാതെ നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എത്ര ലിറ്റർ പെയിൻ്റ് എടുക്കുകയാണെങ്കിൽ ഇത്ര രൂപ കമ്മീഷൻ കിട്ടും. അപ്പം നമുക്ക് കുറച്ച് അതായത് പ്രൈസ് കൂട്ടിക്കൊണ്ട് അവർക്ക് പ്രൈസ് കൂട്ടാം, ഈ പെയിൻറ്റിന് ഇത്ര രൂപ എന്ന് ആക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് ഇത്ര കമ്മീഷൻ എടുക്കാം. പക്ഷേ ഒരിക്കലും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇന്ന് നിലനിൽപ്പുണ്ടായത്. പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് ഇടയ്ക്ക് വരിക, പിന്നെ പോയിട്ടില്ല. പിന്നെ കുറേ ഫിലിം ഫീൽഡിൽ നിന്നുള്ള ആ രീതിയിലേക്ക് പോയി. ഫിലിം ഫീൽഡിലേക്ക് പോയ ശേഷമാണ് പിന്നെ ഒരു ട്രാജഡി ഉണ്ടായത് ലൈഫിൽ. ഉള്ള സമയം കൊണ്ട് പുള്ളി പഠിക്കാൻ നോക്കി, ഒന്നുകൂടെ പഠിച്ച് മുന്നോട്ട് കയറാൻ നോക്കിയത് ആ ടൈമിന്. കാരണം നമുക്ക് ഇപ്പം നിൽക്കുന്ന ഏത് ഇതാണോ അതിനേക്കാൾ സ്വല്പം കൂടെ ടോപ്പായിട്ട് പഠിച്ചെടുക്കുക. ആ പഠനം മുഖാന്തരം മക്കളെ കൂടെ കൊണ്ടുവന്ന് ട്രെയിൻ കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് സെറ്റാവുന്ന ആ ഒരു സെറ്റപ്പാണ് മക്കൾ ശരിക്കും ഉണ്ടാവില്ല. ഞാൻ മോളോട്ട് സംസാരിച്ചപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവൾ അതേ ലെവലായി, പവർഫുൾ അവൾ.
അവൾക്ക് ഒരു സിമ്പതി ഒന്നുമല്ല, അവൾ ആ സംസാരിക്കുന്ന ഒരു പവറായിട്ട് സംസാരം തുടങ്ങി. അപ്പം ഞാൻ തന്നെ ഹിന്ദി പറഞ്ഞു, എടാ ഞാൻ അന്ന് കണ്ട മക്കളല്ലേ ഇത്, ഈ കരയാനും പിടിക്കാനും ഒന്നും സമയമില്ല അവർക്ക് ഓൾറെഡി കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയം സ്റ്റോപ്പ് ചെയ്ത് പോവുക, സംസാരിക്കുക. അവൾ അത് കഴിഞ്ഞിട്ട് ഓൾറെഡി സംഭവം പവർഫുള്ളായി. ഞങ്ങൾ തമ്മിലൊരു ചെറിയ പണക്കം ഉണ്ടായി. പക്ഷെ ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ ഇവിടെ തല്ലിയിട്ടില്ല. ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ വിവാഹം കഴിച്ച് ഇത്രയും വർഷമായി, 2 മക്കൾ കാലം ഇത്ര വലിപ്പമുണ്ട്, ഞാൻ ഇതുവരെ തല്ലിയിട്ടില്ല. ചേച്ചി തല്ലിയിട്ടുണ്ടോ? ആളുകൾ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാ, ഞങ്ങൾ ഭാര്യനെ തല്ലിയിട്ടില്ല, എന്തോ വലിയ ക്രെഡിറ്റ് പോലെ. ഞങ്ങള് തമ്മിൽ സംസാരിച്ച പുള്ളിയുടെ നോക്കി പോകും. ഞാൻ എന്റെ അങ്ങനെ സംഭവം പുള്ളി ഒന്നും നമ്മളെ ഒന്നും ഇങ്ങനെ ഒന്നും അനാവശ്യം, അതായത് ഒരു മോശപ്പെട്ട വാക്കുകളുണ്ടല്ലോ, തെറി വിളിക്കുക, അങ്ങനെയൊന്നും പുള്ളിയുടെ മൈൻഡിലൊന്നും ഇല്ല. പുള്ളി അങ്ങനെ ഒന്നും പറയാറൊന്നുമില്ല, പുള്ളി വിളിക്കത്തേ ഇല്ല. അങ്ങനെ ചേച്ചിക്കറിയാം ഒരു ജീവിതമേ ഉള്ളൂ, പുള്ളി വിളിക്കാറില്ല, തെറി വിളിക്കാറൊന്നുമില്ല. പുള്ളി വളരെ പുള്ളിയുടെ കാര്യങ്ങൾ നോക്കി പോവുക, അങ്ങനെയൊക്കെ ഒരു പുള്ളി കാര്യങ്ങൾ. അത് നമ്മുടെ ലൈഫ് ആ ഒരു കാലഘട്ടം കളയട്ടെ, അത് കഴിഞ്ഞു. ആ കാലഘട്ടം നമുക്ക് അത് ആ കാലഘട്ടം ഉണ്ടെങ്കിൽ അതുകൊണ്ടൊരു പാഠം പഠിച്ചു ഞാൻ എന്നിട്ട്. കാരണം ഞാൻ ഇത്ര നാളും വന്ന ഒരു സ്റ്റെപ്പിൽ നിന്ന് നല്ലൊരു സ്റ്റെപ്പിലേക്ക് എത്താൻ സാധിച്ചു. കാരണം ആ ഒരു 1 ഇയർ കൊണ്ട് എനിക്ക് സമ്പാദിക്കാനും സാധിച്ചു, നല്ലൊരു കമ്പനി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും സാധിച്ചു. ഇത്രയും പണിക്കാർ നമ്മുടെ കീഴിൽ, നമ്മൾ ഒരിക്കലും വിദേശ രാജ്യങ്ങളിൽ മറ്റുള്ള ആൾക്കാരോട് കൂടെ പണിയെടുക്കുന്നത്, തിരിച്ച് നമുക്ക് വേണ്ടി നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇത് കിട്ടുന്ന, നമ്മൾ എന്നിട്ട് റേറ്റ് പറയാം, നമ്മൾ തന്നെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അവരോട് പറഞ്ഞെടുത്തിട്ട് നമ്മൾ തന്നെ സാധനം എടുത്ത് കൊടുത്ത് നമ്മൾ പണിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് അത്. എനിക്ക് ആ ഒരു ഇതാണ് എന്നെ അത്രയും തറയിലേക്ക് മാറ്റി. അതായത് എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ഞാൻ അവിടെ സാധിച്ചു. അവിടെ നിന്ന് കയറി വന്ന് ഇങ്ങോട്ട് വന്നത് എന്നെ എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ എനിക്ക് ആ അദ്ദേഹം എനിക്ക് വളരെ രീതിയിൽ ഇവരെ മെസ്സേജ് കേൾപ്പിക്കാറുണ്ട്, എല്ലാ ദിവസവും കേൾപ്പിക്കാറുണ്ട്. പക്ഷേ ഇതിലേറ്റവും വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പക്ഷേ ഇന്നുവരെ അമ്മയായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്ക് മാത്രമാണ് ഞാൻ വന്ന ശേഷം ഇവളെ വിളിക്കുമ്പോഴാണ് ഞാൻ അമ്മ ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. കാരണം എനിക്ക് ബേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം കൂടി ചേർന്നതാണ് ഇന്നത്തെ ചേട്ടൻ ഇന്ന് നമ്മളൊരു നിലയിലെത്തുന്നത്. ഇതെല്ലാം ഓരോ ലെസൺസ് ആണ് ലൈഫിലെ. അതൊക്കെ പോട്ടെ, നമുക്കതൊന്നും വേണ്ട. നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം, അല്ലേ? എന്റെ മോനെ എന്തുവാ ഇത്ര ടെൻഷൻ? ഞാൻ പാവല്ലേ? എന്ത് പറ്റി? അല്ലേ? ഞാൻ രാവിലെ 5 പിള്ളേരെ പാടി നോക്കി, വീട്ടിൽ 5 പിള്ളേരെ പാടി നോക്കി. എന്ത് പ്രശ്നം? ഉറക്കം വരുന്നുണ്ടോ? ഞാൻ ചോദിക്കുക, ഇത് ക്ലാസ്സിലെ ടീച്ചറൊക്കെ ചോദിക്കാനല്ലോ ഇരിക്കുന്നല്ല, ഇത്ര നേരം ഭയങ്കര ചിരിയും കളിയായിട്ട് സംസാരിച്ചാണല്ലോ. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇതാണ്. കാരണം എന്നെ കുറിച്ച് പുള്ളിയുടെ ഒരു ഇതുണ്ട്, ഞാൻ പുള്ളിയോട് പറയാറുണ്ട് കേട്ടോ. ഞങ്ങള് പക്ഷെ മോൾക്ക് തിരിച്ചറിവായിട്ടില്ല. മോളുടെ നമ്മളിങ്ങനെ പറയുന്നത് അല്ല, തിരിച്ചറിവുന്നതല്ല, അവള് നല്ല പുതിയതായിട്ട് സംസാരിക്കുമോ, അത്രേ ഉള്ളതിലും. ഭയങ്കര സംഭവം, ഇത് ചെറിയ സംഭവം ഒന്നും അല്ല. കാണുമ്പോ കടുകുമണി പോലെ സംഭവം ഇത്തിരി ഉള്ളു, നല്ല കടുപ്പ് പറത്തുള്ളൂ. പക്ഷെ അങ്ങനെയൊന്നും പറയത്തില്ല. ഇവക്ക് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ ഞാൻ ഇവിടെ സമയത്ത് തന്നെ ഇവിടെ കാണും. അപ്പൊ ഞങ്ങള് 3 കൂടെ സംസാരിക്കുമ്പോൾ ഓരോ കഥകൾ പറയുമ്പോൾ പുള്ളി അങ്ങോട്ട് എല്ലാം പുള്ളി കേട്ടിട്ട് പുള്ളി ഒറ്റ സംഭവം ഇടത്തുള്ളൂ. ആ സംഭവം ഓക്കെ ആയി. നമ്മൾ 1000 വാക്കുകൾ പറയുന്നിടത്ത് പുള്ളി ഒരു ഒറ്റ വാക്കുകൊണ്ട് തന്നെ സംഭവം സെറ്റ് ചെയ്യും. പിന്നെ നമുക്കവിടെ സംസാരിക്കണ്ട. അതൊക്കെയാണ്. നന്നായിട്ട് വരയ്ക്കൂല രണ്ടുപേരും, നന്നായിട്ട് പഠിക്കുക. അമ്മയുടെ ബുദ്ധി കിട്ടിയിട്ടുണ്ട് രണ്ടാമത്. ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ അല്ല. അപ്പം അത് വെച്ചിട്ട് ലൈഫ് ഭയങ്കര രസമാണ്, കുഞ്ഞു സാധനമാണ്. അതിപ്പോ അമ്മയുടെ കൂടെ ഒന്നും മനസ്സിലായില്ലേ. നമ്മള് എനിക്ക് ചേച്ചിയോട് ആ ഒരു കാര്യത്തില റെസ്പെക്ട്. കാരണം നമുക്ക് വേണ്ടതാണ് എത്ര ആണെങ്കിലും നമ്മുടെ അത് തന്നെ വരും, ബൂമറാങ്ങാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞാൽ ഒരു വലിയ കാര്യമുണ്ട് കേട്ടോ. നമ്മളെ ഒരാൾ ഇട്ടിട്ട് പോവുക, അല്ലെങ്കിൽ ഇട്ട് പോകുമ്പോൾ എന്തോ കുറവുള്ളതുകൊണ്ടാണ് നമ്മൾ വേറൊരാളെ പിടിക്കുന്നത്. അങ്ങനെയല്ല, രണ്ടല്ല, അതിനെ പല വലിയ ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. അതായത് നമ്മൾ ആ നിമിഷം അതുവരെയുള്ള ഒരു തണൽ നഷ്ടപ്പെടുക. ആ തണലിന് പകരം ഒരു തണൽ കേടിയാലും കിട്ടില്ല, അത് വേറൊരു നഗ്ന സത്യം. പക്ഷെ ഒന്ന് ഭാരമിറക്കാൻ നമുക്ക് സംസാരിക്കാൻ, അത്രേ ഉള്ളൂ. ഏതായാലും നിങ്ങളിപ്പം അടിപൊളിയായിട്ടിരിക്കുന്നു. ഇതിനകത്ത് ഞാൻ കൂടുതൽ സംസാരമൊന്നുമില്ല.
ബുദ്ധന്റെ പ്രതിമ കളിമണ്ണിൽ തീർത്തതുപോലെ കുറെ സാധനങ്ങളോടെ വിൽക്കാൻ വെച്ചിട്ടില്ലേ? പുതിയ ബിസിനസ് അല്ലേ? അപ്പൊ സെറ്റ് ചെയ്യും, ബിസിനസ് ഒക്കെ സെറ്റ് ചെയ്യും, എല്ലാം തനിയെ വരും. ലൈഫിൽ തിരിച്ചറിവുണ്ടല്ലോ, നമ്മൾ അതുണ്ടല്ലോ, അത് നമ്മൾ ഏറ്റു പറയാനൊരു ഇതുണ്ടല്ലോ. ഇപ്പം ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര പേര് കാണും എന്നുള്ളത്. അത് നമ്മൾ പറയുന്നവരെടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആരെയും മോശപ്പെടുത്താതെ, ആരെയും നോവിക്കാതെ, അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കണോ അല്ലെങ്കിൽ ദൂരിക്കണമെന്നോ ഒന്നും സംഭവമൊന്നുമില്ല. നമുക്ക് ഒരടി കിട്ടിയാൽ നമുക്കറിയാലോ അതിന്റെ വേദന, പിന്നീട് നമ്മൾ അടിയിലേക്ക് പോകുന്നുണ്ടല്ലോ. അല്ലേ അല്ലേ? ഇപ്പൊ പപ്പയല്ലേ ഇഷ്ടം അല്ലേ? ഇഷ്ടം പപ്പായുടെ വരെ അമ്മയുടെ ബുദ്ധി ഇഷ്ടം അല്ലേ? കുഞ്ഞു മാത്രം എന്നോട് മിണ്ടാത്ത, അറ്റ്ലീസ്റ്റ് എന്റെ പേരെങ്കിലും ചോദിക്കുവോ? പേരെങ്കിലും ചോദിക്കുവോ? ആന്റിയുടെ പേരെന്താ? ഇതാണ് അച്ഛൻ പറഞ്ഞ ബോൾഡ്, ഇതാണ് അച്ഛൻ പറഞ്ഞ വലിയ സംഭവം, അച്ഛൻ ഇങ്ങനെ പൊക്കി വെച്ചേക്കുമായിരുന്നു. എന്റെ പേര് ശരണ്യ. ലൈഫില് ഇപ്പം അമ്മ കുഞ്ഞിന് എത്ര 4 ഇങ്ങനെയൊക്കെ തന്നെയാണ് ലൈഫ് എല്ലാവരുടെയും പോകുന്നത്. പക്ഷെ ബോൾഡായിട്ട് ആ നിമിഷം നമ്മള് സമചിത്തതയോടെ പെരുമാറുക എന്ന് പറയുന്നത്. സമചിത്തതയോടെ നമുക്ക് വട്ടാകും, ഭ്രാന്താകും, എല്ലാം ആകും. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്ത് അമ്മ നിങ്ങൾക്ക് ഭയങ്കര വലിയ മാതൃക. അച്ഛനെ ഞാൻ മോശമാക്കി കൊണ്ട് പറയുന്നതല്ല, അച്ഛൻ മോശമാക്കി ഞാൻ വലിയ ഡയലോഗൊക്കെ പറഞ്ഞു മറ്റേ ബിരിവാടിമാലയുടെ ചിരിയൊക്കെ. അങ്ങനെയല്ല, നമ്മള് ഇങ്ങനെ ഇരിക്കട്ടെ, കണ്ണ് കിട്ടാതിരിക്കട്ടെ, നന്നായിട്ടിരിക്കും. ജർമ്മനിയിലൊക്കെ പോവും, ഇങ്ങേരെ കൊച്ചിനെ നോക്കി കുറച്ച് നാൾ ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങേരൊക്കെ വിളിക്കുന്ന രാത്രി എനിക്ക് പേഴ്സണലി അറിയാം. എന്റെ ദൈവം, ചേട്ടാ ചേച്ചി ഏതായാലും ജർമ്മനി മേടിച്ച് പോവാൻ നോക്കാം. ചേച്ചി പോട്ടെ, ചേട്ടൻ പോയി അവിടെ പോയി ഷിഫ്റ്റ് ആണ്. ഓക്കെ, അല്ല ഫാമിലിയായിട്ട് പോകാൻ മാർഗമുണ്ട്. പോവാൻ നോക്കും. ആള് ഇത്ര ഉള്ളതിലും സംഭവം കാന്താരിയാ. കാന്താരി അങ്ങനെയാ, ഇത്രയും ഉള്ളതിന് അത് നല്ല ഇതാണെന്ന് പറയുന്നത്. അതിന്റെ കടുകുപണി ഇതും. അപ്പൊ സന്തോഷമായിട്ട് ഇരിക്കും. എന്നോടൊന്നും ചോദിക്കാനും പറയാനില്ല ആൾക്ക്. ഓക്കെ, ഇനി വിഷമിക്കൊന്നും വേണ്ട. ഞാൻ വിഷമിപ്പിച്ച് ചോദ്യം ചോദിച്ചതല്ല, ഒരു കുഞ്ഞിനോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണോ ഇതെന്ന് ചോദിച്ചു ഇന്റർവ്യൂല് പറയാം. ചേച്ചി എന്നാണ് പറഞ്ഞത്, നൈറ്റ് വന്നിട്ട് നല്ല അത്രയ്ക്കും തിരക്കുണ്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ, നല്ല തിരക്കാ. കാരണം അവിടെ അങ്ങനെ തിരക്കിൽ നിൽക്കുന്നത്. പക്ഷെ എന്നാലും ഇടയ്ക്ക് മെസ്സേജ് ഇടും, വല്ലതും കഴിച്ചോ, അതെല്ലാം ഇപ്പൊ സംസാരിക്കുന്ന പുള്ളിയാ. വല്ലിടത്തുനിന്ന് വന്ന പുള്ളിക്കാരനും കഴിച്ചോന്ന് ചോദിക്കുന്നു, അവര് വെച്ചളമ്പി കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു പുള്ളി. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഒരു വൈകുണ്ട്, അത് ഉൾക്കറിഞ്ഞാണ് എല്ലാവരും നിൽക്കുന്നത്. അങ്ങനെ തന്നെ നിൽക്കട്ടെ, നല്ല രീതിയിൽ ജീവിക്കട്ടെ. അത് നമ്മൾ കൊടുക്കുന്ന പാഠങ്ങളാണ്. നമ്മുടെ വീട്ടിൽ എന്താണോ ടീച്ച് ചെയ്യുന്നത് അതാണ് നമ്മുടെ കുട്ടികൾ വലുത്. നമുക്ക് സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടുന്നതാണ് എപ്പോഴും ലേണിംഗ് പ്രോസസ്സിൽ കുട്ടികളെ സഹായിക്കുന്നത്. ഇപ്പം എന്താണെങ്കിലും ഇപ്പം സ്വന്തം നാട്ടിലൊക്കെ പോയി അടിച്ചു പൊളിച്ച് നല്ല സെറ്റായിട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിള്ളേർ പഠിക്കുക, പ്രത്യേകിച്ച് പെൺപിള്ളേർ പഠിച്ച് ജോലി മേടിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഈ നമ്മളിങ്ങനെ കേൾക്കുന്ന ഹരവില്ല, ഇങ്ങനെ കിക്ക് എന്നൊക്കെ പറയല, അതാണ് എനിക്ക്. അത് ഭയങ്കര രസമാട്ടോ, അതെനിക്ക് ഇഷ്ടമാണ്. അപ്പം നന്നായിട്ട് പഠിക്കും, ഞാൻ പറയേണ്ട കാര്യമില്ല, നന്നായിട്ട് പഠിക്കുമെന്ന് എനിക്കറിയാം. ലൈഫ് സെറ്റ് ആകും. ചേട്ടാ ഇനി കിടിലനായിട്ട് വന്നേക്കണം. പേര് അടുത്ത മാസം പോകും, അടുത്ത റെക്കോർഡിന് വേണ്ടി ഗിന്നസിലേക്ക് വരുമ്പോൾ ഞാൻ വീണ്ടും വിളിക്കും. അപ്പൊ കാണും കേട്ടോ ചേച്ചി? ഓക്കെ ചേച്ചി, താങ്ക് യു.